തയ്യൽക്കാരിയാണ്, തയ്യലൊക്കെ അറിയാവുന്ന ഒരു അമ്മയാണ്. വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അത് കയറി അങ്ങ് വൈറലായി. ഇത് നല്ല തയ്യലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇവർ പൈസ കൊടുക്കത്തില്ല, നമ്പർ ബ്ലോക്ക് ചെയ്തിടുക, പിന്നെ മിന്നുവിന് കൊടുക്കത്തില്ല. പൈസ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിപ്പെട്ടിട്ടായിരിക്കും ഒരാളെ പറ്റിക്കാൻ പാടില്ല. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫോർ മിന്നു ഇൻറ്റു 24 എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലെ മിന്നു എന്ന് പറയുന്ന കുട്ടിയെ പറ്റിയിട്ടാണ് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ സാധാരണ ഒരു ചാനലായിരുന്നു. സാധാരണ ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഈ വ്ളോഗ് കാര്യങ്ങളൊന്നും ചെയ്ത് പ്രൊമോഷന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ളൊരു ചാനലല്ല ആ കുട്ടിയുടെ ചാനൽ. കുട്ടി അവൾക്ക് തയ്ക്കാനായിട്ട് നല്ല കഴിവുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയുടെ മിന്നുവിൻ്റെ അമ്മ ഓൾറെഡി ഒരു തയ്യൽക്കാരിയാണ്, തയ്യലൊക്കെ അറിയാവുന്ന ഒരു അമ്മയാണ്. അപ്പോൾ ഈ കുട്ടി മിന്നു എന്ന് പറയുന്ന കുട്ടി അവൾ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്യുന്നത്. സ്റ്റിച്ചിങ് ചാനൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് കേട്ടോ. ഷീറ്റിട്ട ഒരു വീട്, അങ്ങനെയൊക്കെയുള്ളൊരു സാധാ കുടുംബം അവരുടെ. അപ്പോൾ ഇവൾ ഒരു വീഡിയോ ചെയ്തു. ഒരു ഗൗണ് പോലെ ഒരു സംഭവം സ്വന്തമായിട്ട് തയ്ച്ചിട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അത് കയറി അങ്ങ് വൈറലായി കഴിഞ്ഞ സമയത്ത് ഇവൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന തയ്യൽ മെഷീൻ എന്ന് പറയുന്നത് ഉഷ കമ്പനിയുടെ തയ്യൽ മെഷീനായിരുന്നു. അപ്പോൾ അത് ഉഷ കമ്പനിക്കാർ കണ്ടിട്ട് ഇവർ അവരുടെ തന്നെ നല്ല ഒരു ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉള്ളൊരു തയ്യൽ മെഷീന് ഈ മിന്നുവിന് സമ്മാനമായിട്ട് കൊടുത്തു, ഈ വീഡിയോ കണ്ടിട്ട്. അങ്ങനെ അത് കൊടുത്തതിന് ശേഷം അവൾ നല്ല രീതിയിൽ തയ്യലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല തയ്യലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഈ നമ്മളുടെ കല്യാണ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, ഈ ക്രിസ്ത്യൻസിൻ്റെ കല്യാണ ഡ്രസ്സെന്ന് പറയുമ്പോൾ ഗൗൺ ആയിരിക്കുമല്ലോ, വൈറ്റ് കളർ ഗൗണ്, അങ്ങനത്തെ കളർ ഗൗണൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതേപോലത്തെ ഗൗണൊക്കെ തയ്ച്ചു കൊടുക്കാനായിട്ട് കുറേ ഓർഡറൊക്കെ കിട്ടി തുടങ്ങി അവൾക്ക്. അപ്പോൾ ഈ മിന്നു ആണെങ്കിൽ ഒരു ദിവസം മിന്നുവിനൊരു ഓർഡർ കിട്ടി. ഒരു അമ്മയും മോളും ആയിരുന്നു ഓർഡർ കൊടുക്കാനായിട്ട് വന്നത്. അത് ആ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഗൗൺ തയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് ഓർഡർ കൊടുത്തതെന്ന് പറഞ്ഞാൽ ബോഡിക്കോൺ ഗൗൺ എന്ന് പറയുന്ന ടൈപ്പ് ഒരു ഗൗൺ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന ഈ മീനിൻ്റെ പോലത്തെയൊക്കെ അതേപോലെ ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന ഗൗൺ തയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓർഡർ കൊടുത്തത്. അപ്പോൾ ഈ മിന്നു എന്തോ ചെയ്തു, മിന്നു കറക്റ്റായിട്ട് അളവൊക്കെ എടുത്തു. മിന്നുവിൻ്റെ അമ്മയും കൂടെ നിൽക്കുമ്പോൾ തന്നെയാണ് മിന്നു അളവെടുക്കുന്നതും തയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും. ഇവർ വന്നിട്ട് അളവൊക്കെ കൊടുത്തിട്ട് പോയി കഴിഞ്ഞ് മിന്നു ആണെങ്കിൽ ഗൗൺ തയ്ച്ചു കഴിഞ്ഞ് ഇവരോട് പറഞ്ഞു 16,000 രൂപയാണ് തയ്ച്ചതിന് തരേണ്ടത്, അപ്പോൾ അയച്ചു തരാൻ പറഞ്ഞു. പൈസ അയച്ചു തരാൻ പറയുമ്പോൾ ഇവർ പറയും വേറെ എവിടെയോ 13,000 രൂപയ്ക്ക് തയ്ച്ച് തരാമെന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അത് എന്തോ ഇത്രയും കൂടുതൽ. അന്നേരം മിന്നു പറഞ്ഞു ഓൾറെഡി ഈ ഗൗണിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ തന്നെ മിന്നുവിന് 13,000 രൂപ ചിലവായി. നിങ്ങൾ ഓർക്കണം, 13,000 രൂപ ചിലവായി. അപ്പോൾ ഈ തയ്ക്കുന്ന ഒരു ഗൗണ് നമ്മളിപ്പോൾ ഇതേപോലൊരു ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കാൻ തന്നെ നമ്മൾ എന്തുമാത്രം അത് കറക്റ്റായിട്ട് അളവെടുത്ത് നമ്മൾ ആർക്കാണോ തയ്ക്കുന്നത് ആ ബോഡിക്ക് അനുസരിച്ച് അളവെടുത്ത് അത് കറക്റ്റായിട്ട് വെട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ തന്നെ എന്തുമാത്രം സമയവും എന്തുമാത്രം എഫേർട്ട് നമ്മൾ ഇടേണ്ടി വരും. അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട്, കല്യാണ പെണ്ണിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൗണ് തയ്ക്കാൻ വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടായിരിക്കും മിന്നു ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും മിന്നു പറഞ്ഞു അത് ഇന്ന രീതിയിലാണ്, ഇതിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ തന്നെ 13,000 രൂപയായി. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് രാവും പകലും ഉറക്കം ഉളച്ചിരുന്ന് കഷ്ടപ്പെട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതിനുള്ള കൂലി കൊടുക്കണമല്ലോ. നിങ്ങൾക്കറിയാം, ഇപ്പം ഒരു ഹിന്ദു ബ്രൈഡലാണെങ്കിലും ഒരു കല്യാണപ്പെണ്ണിൻ്റെ ബ്ലൗസ് തയ്ക്കാനായിട്ട് നല്ല പൈസ ചിലവാകും. അതിൻ്റെ വർക്കും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ. അപ്പോൾ ആ ചെറിയ സാധനം ഈ എന്താ പറയുക ഗൗണൊക്കെ തയ്ച്ചെടുക്കുന്നതിന് നല്ല സമയവും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാലേ ഒരു നല്ല രീതിയിൽ ഒരു ഗൗണ് തയ്ച്ചെടുക്കാൻ പറ്റും, അതും കല്യാണത്തിന്. അങ്ങനെ ഇവർ പൈസ അയച്ചു കൊടുത്തു. അങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞ് മിന്നു ഗൗണ് അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇത് കറക്റ്റല്ല, ഇത് എന്താ പറയുക ബോഡിയിൽ ഭയങ്കരമായിട്ടും ഇറുകി കിടക്കുന്നു, പിന്നെന്താ ലെങ്ത്ത് കുറവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞിട്ട് മിന്നുവിനെ വിളിച്ചിട്ട് പറയും. അങ്ങനെ മിന്നു പറയും ഒരു കാര്യം ചെയ്യുക, നിങ്ങളൊരു വീഡിയോ എടുത്തിട്ട് അയച്ചു തരാൻ പറഞ്ഞു. ഗൗൺ ഇട്ടിട്ടുള്ള വീഡിയോ എടുത്തിട്ട് അയച്ചു തരാനായിട്ട് പറഞ്ഞു. അങ്ങനെ വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ മിന്നുവിനത് മനസ്സിലാവും, കുറച്ച് ഇറക്കക്കുറവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം മിന്നു എന്തോ ചെയ്തു, ഇത് തിരിച്ചയക്കാൻ പറഞ്ഞു. അത് ശരിയാക്കി തരാം, നിങ്ങളത് എനിക്ക് ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞു. അന്നേരം ഇവർ പറയും റീഫണ്ട് ചെയ്യണമെന്ന്. ഇവർ കൊടുത്ത 16,000 രൂപ തിരിച്ചു കൊടുക്കണം. അന്നേരം ഇത് അയച്ചു തരാം, എന്നിട്ട് ഈ ഗൗണ് ശരിയാക്കി കറക്റ്റ് അളവിന് തയ്ച്ച് തരുമ്പോൾ ആ പൈസ അങ്ങ് തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മിന്നു പറഞ്ഞു അത് ഞാൻ വാങ്ങിച്ചതാണ്, ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തിട്ട് പിന്നെ ആ പൈസ ഞാനെങ്ങനെ തിരിച്ചയക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പിന്നെ ഗൗണ് അയച്ചു കൊടുത്തു. അങ്ങനെ മിന്നു എന്തോ ചെയ്തു, ഇത് സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുമ്പം ഇവർ വിളിച്ച് പറയും ആ രീതിയിൽ തയ്ക്കണ്ട, ബോഡിക്കോൺ രീതിയിൽ ആ ഗൗണ് തയ്ക്കണ്ട, അല്ലാതെ കുറച്ച് വിടർന്ന് കിടക്കുന്ന രീതിയിൽ തയ്ച്ചാൽ മതി എന്ന് പറയും.
അങ്ങനെ മിന്നു എന്തോ ചെയ്യും, ഇതെല്ലാം അഴിച്ചിട്ട് നമ്മുടെ എന്താ പറയുക താഴോട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കി ബോഡിക്കോൺ ടൈപ്പ് മാറ്റിയിട്ട് വിടർന്ന് കിടക്കുന്ന ടൈപ്പിൽ ആ ഒരു ഗൗൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, പ്രത്യേകം എന്താ പറയുക ഈ വിടർന്ന് കിടക്കുന്ന ഗൗണ് തയ്ക്കാനായിട്ട് പ്രത്യേകം വേറെ മെറ്റീരിയൽ എടുത്തിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇത് അയച്ചു കൊടുക്കുമ്പം ഇവരോട് പറയും, ഞാനിത് സ്റ്റിച്ച് ചെയ്തതിൻ്റെ കൂലി, ഞാൻ ചെയ്ത പണിക്കുള്ള കൂലി എനിക്ക് തരണം, 3000 രൂപ സ്റ്റിച്ചിങ്ങിന് തരണമെന്ന് പറയും. അപ്പോൾ ഇവർ സമ്മതിക്കത്തില്ല, കൊടുക്കത്തില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് ഇവർ പൈസ കൊടുക്കത്തില്ല. ഈ രണ്ടാമത് വാങ്ങിച്ച് അഴിച്ച് വെട്ടിക്കണ്ടിച്ച് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചയച്ചതിൻ്റെ ആ തയ്യക്കൂലി ഇവർ കൊടുക്കുന്നില്ല. 3000 രൂപ അവർ കൊടുക്കുന്നില്ല. വിളിക്കുമ്പോഴെല്ലാം അത് അയക്കാം ചേച്ചി, അയക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുമ്പം നമ്പർ ബ്ലോക്ക് ചെയ്തിടുക. പിന്നെ മിന്നുവിന് വിളിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അവർ ആ പൈസ കൊടുത്തിട്ടില്ല ഇതുവരെ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുക എന്ന് പറയുന്നത് ചെറുതായിട്ടൊക്കെ നമ്മളും സ്റ്റിച്ച് ചെയ്യുന്നവരാണ്. അപ്പോൾ ആ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും എന്തുമാത്രം കഷ്ടപ്പാടാണ് അത് ഒരു സാധനം തയ്ച്ചെടുക്കാനെന്ന് നമുക്കത് മനസ്സിലാവും. എന്താ പറയുക, അത്രയും കഷ്ടപ്പെട്ട് ഒരു വരുമാന മാർഗ്ഗമായിട്ടായിരിക്കുമല്ലോ അവർ ആ ഒരു തയ്യലിനെ കാണുന്നത്. വെറുതെ ഒരാൾക്ക് കല്യാണത്തിന് ഇപ്പോൾ പോട്ടെ, വെറുതെ ഒരാൾക്കൊരു ചുരിദാർ ആരും തയ്ച്ചു കൊടുക്കത്തില്ല. പൈസ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും തുണി തയ്ച്ച് കൊടുക്കുന്നതും തയ്ച്ച് വെക്കുന്നതും. ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, തുണി കൊടുത്തിട്ട് പോവും. കൊടുത്തിട്ട് പോയിട്ട് അതൊക്കെ ഈ കാശുള്ള ടീംസാണ് കേട്ടോ. തുണി തയ്ക്കാൻ കൊടുത്തിട്ട് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് അവർ പോവും. ഇത്ര രൂപയാവുമെന്ന് അറിഞ്ഞിട്ട് അവർ പോവും. അവർ പോയിട്ട് പിന്നെ ആ തുണി എടുക്കാൻ വരത്തില്ല, വാങ്ങിക്കാൻ വരത്തില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതിങ്ങനെ കാത്തു സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കും, വർഷങ്ങളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും, അവർ വാങ്ങിക്കാൻ വരുമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ അവർ വരത്തില്ല. അങ്ങനെയുള്ളവരും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ തയ്ച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു സാധനം, അതിപ്പം ഒരു ചെറിയ കർച്ചീഫ് ആണെങ്കിൽ പോലും അത് തയ്ച്ചെടുക്കുന്നതിന് അത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഗൗണൊക്കെ തയ്ച്ചിട്ട് പ്രതീക്ഷയിൽ ഇത്രയും പൈസ കിട്ടുമല്ലോ, ചിലപ്പോൾ ആ പൈസ വാങ്ങിച്ചിട്ട് എന്തെങ്കിലും കാര്യം സാധിക്കാം, എന്തെങ്കിലും കാര്യം നേടാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും, ഈ മനസ്സോടായിരിക്കും തയ്ക്കുന്നത്. നല്ല രീതിയിൽ തയ്ച്ചു കൊടുക്കുക, അവർ ആ പൈസ തരുമല്ലോ എന്ന് വിചാരിച്ച് നല്ല രീതിയിൽ തയ്ച്ചു കൊടുക്കുമ്പോൾ പൈസ കിട്ടിയില്ല എന്ന് വരുമ്പോൾ ഉള്ളൊരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ തയ്ക്കാൻ കൊണ്ടുവരുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തില്ല. പക്ഷേ അവരൊന്ന് ചിന്തിക്കണം, എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും. ഒരാളെ പറ്റിക്കാൻ പാടില്ല. പോട്ടെ, ഈ ഗൗണ് തയ്ക്കാൻ കൊടുത്ത ആ പെൺകുട്ടിക്ക് ചിന്തിക്കാം, എൻ്റെ ജീവിതത്തിലെ ഒരു എന്താ പറയുക ഒരു പ്രഷ്യസ് മൊമെൻ്റ് ആണിത്. എന്താ പറയുക, എന്നും എനിക്ക് ഓർത്ത് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യമായത്. മന്ത്രകോടി അല്ലെങ്കിൽ തന്നെയും ഈ മാരേജിൻ്റെ ഗൗണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്നും സന്തോഷമായിട്ട് എടുത്ത് വെക്കാനുള്ള ഒരു സാധനമാണ്. ഇവർക്കിത് ചിന്തിക്കുമ്പോൾ ഞാൻ അവളെ പറ്റിച്ചിട്ടാണ് ഈ ഗൗൺ തയ്ച്ച, കല്യാണത്തെ പറ്റി ആലോചിക്കുമ്പോഴേ ഞാൻ അവളെ പറ്റിച്ചിട്ടാണ് ഈ ഗൗണ് ഞാൻ തയ്പ്പിച്ച് വാങ്ങിച്ചത്, 3000 രൂപ ഞാൻ കൊടുത്തില്ല എന്ന് ചിന്തിക്കാനുള്ള ഒരു വകുപ്പായി. അവർക്കൊക്കെ അതായിരിക്കും ഇഷ്ടം ചിലപ്പം, അല്ലേ? നമ്മൾ ഇപ്പം എന്ത് തയ്പ്പിച്ചാലും ആരെക്കൊണ്ട് തയ്പ്പിച്ചാലും നമ്മൾ ചെയ്യിക്കുന്ന ജോലിക്ക് അതിന് കൂലി നമ്മൾ കൊടുക്കാതിരിക്കരുത്, കൊടുക്കുക തന്നെ വേണം. നമ്മൾ ആരെയും പറ്റിക്കാൻ പോകരുത്, ഇങ്ങനെ പറ്റിക്കാൻ പോകരുത്. ആ കുട്ടി ഒരു വീഡിയോ ചെയ്തേക്കുന്നത് കരഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തേക്കുന്നത്. അത് കാണുമ്പോൾ ആർക്കായാലും വിഷമം തോന്നും. കാരണം ഒന്നും ഉള്ള വീട്ടിലേ അല്ല, അവർ ഈ തയ്യൽ കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അവരോട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന്, ചെയ്യുന്ന തൊഴിലിനോട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമായിട്ടുള്ള കാര്യമാണ്.